ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇതുവരെ ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ഫ്രൂട്ട്സും അതുപോലെ കുറെ ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. വളരെയധികം ടേസ്റ്റിയാണ്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു ഡ്രിങ്ക് ആണിത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പോമോഗ്രാനറ്റ്, മാതള നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മിന്റ് ലീവ്സ് ആണ് എടുക്കേണ്ടത്. പക്ഷെ ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ തുളസി യൂസ് ചെയ്യാം. മിന്റ് ലീവ്സ് ആണെങ്കിൽ മിന്റ് ലീവ്സ് ആണ് എടുക്കുക. ഇതിപ്പോ നമ്മുടെ ഇവിടെ മിന്റ് ലീവ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തുളസിയാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ പൈനാപ്പിൾ ആണ് പിന്നെ നമ്മൾ എടുക്കുന്നത്. പൈനാപ്പിളിനൊക്കെ പകരം നമുക്ക് മാംഗോയൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ മാംഗോയും ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബേസിൽ സീഡ്സ്, അല്ലെങ്കിൽ നമ്മൾ കസ്കസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ കസ്കസ് ആണ്. അപ്പൊ ഈ കസ്കസ് കുറച്ചധികം വെള്ളത്തിലിട്ട് മുമ്പേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി കസ്കസ് വേണം, എന്നാലാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളത് ടാങ്ക് പൊടിയാണ്. ടാങ്ക് പൊടി ഇപ്പൊ ഓറഞ്ചിന്റെ ആണ് എടുത്തിട്ടുള്ളത്. മാങ്ങയുടെ യൂസ് ചെയ്യാം. ടാങ്ക് പൊടി ഇപ്പൊ ഏതിന്റെ ആയാലും കുഴപ്പമില്ല, പക്ഷെ ഈ ഓറഞ്ചോ അല്ലെങ്കിൽ മാംഗോ ഫ്ലേവർ ആണ് കുറച്ചും കൂടി ടേസ്റ്റ് മാച്ച് ആവാൻ പറ്റുക. അത് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. അതുപോലെ ഫ്രൂട്ട്സ് ആയാലും ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. ഇപ്പൊ എത്ര ഗ്ലാസ് വെള്ളം ഉണ്ടാക്കണോ അതിനനുസരിച്ച് ഈ ടാങ്ക് പൊടിയും ഫ്രൂട്ട്സും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, അതുപോലെ വേണ്ടാന്നും വെക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് എന്തായാലും ഈ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി വലുപ്പമുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എൻ്റെ ഗ്ലാസ് ഇപ്പോൾ ഇത്തിരി വലുപ്പമുള്ള ഒരു ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് ഉണ്ടാക്കുന്നുള്ളെങ്കിലും 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിന് 2 ഗ്ലാസ് വലിയ ഗ്ലാസ് വെള്ളത്തിന് ആവശ്യത്തിനുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ടാങ്ക് പൊടി എടുത്തു. ടാങ്ക് പൊടി നമ്മുടെ ആ ഡ്രിങ്കിലേക്ക് എന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് സാധാരണ നമ്മളൊരു ടാങ്ക് വെള്ളം ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഒരു ഡാർക്ക് ഓറഞ്ച് കളറാണ് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഇതൊരു യെല്ലോയിഷ് കളറായിട്ട് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഓറഞ്ച് ഫ്ലേവറിലുള്ളതോ മാംഗോ ഫ്ലേവറിലുള്ളതോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ കുറേ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ മധുരത്തിൻ്റെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ വെച്ചിട്ടുള്ള ഈ ഡ്രിങ്ക് ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലോണം പതഞ്ഞ് ഇത്തിരിയും കൂടി ആ കളറ് ലൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പ് സ്ലൈസ് ചെയ്ത് വെച്ച ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുമ്പ് എടുത്ത് വെച്ച പൈനാപ്പിൾ, മാംഗോ, അതുപോലെ തന്നെ നമ്മുടെ പോമോഗ്രാനറ്റ്, മാതള നാരങ്ങ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരെണ്ണം ഉള്ളത് മിന്റ് ലീവ്സ് ആണ്. മിന്റ് ലീവ്സ് ഞാനൊന്ന് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിന്റ് ലീവ്സ് പകരം ഞാൻ തുളസിയാണ് എടുത്തിട്ടുള്ളത്. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മളെല്ലാം ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഇനി മിന്റ് ലീവ്സും കൂടിയാണ് ചേർക്കാനുള്ളത്. ഞാൻ ഇപ്പോൾ തണുത്ത വെള്ളത്തിലാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തണുപ്പ് വേണ്ടാത്തവർക്ക് അങ്ങനെ എന്താ ഇഷ്ടത്തിന് വെച്ചാൽ അത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ മിന്റ് ലീവ്സ് ചേർത്തു. ഇത് ഇപ്പോൾ ചേർത്തിട്ട് നമ്മൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഇതാണ് മിന്റ് ലീവ്സ് ഞാൻ ഒഴിച്ചത്. നമ്മൾ അടിച്ച് ചേർക്കാം കേട്ടോ വേണമെങ്കിൽ. ഇപ്പം നമ്മൾ 2 ഗ്ലാസ്സിലേക്കായിട്ട് പകർത്തിയെടുത്തിട്ട് നമ്മുടെ മുമ്പ് മാറ്റി വെച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കസ്കസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എനിക്ക് നല്ല തണുപ്പിലുള്ള ഡ്രിങ്കാണ് ഇഷ്ടം. അതുപോലെ തന്നെ നല്ല തണുപ്പാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഡ്രിങ്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.